ഇതൊരു ഫൈനൽ കൗണ്ട് ഡൗൺ ആണ്. ഉണ്ണിസാർ, ടെൻഷൻ ഉണ്ടോ? ഒരു ടെൻഷനും ഇല്ല. അടുത്ത 16 മണിക്കൂറുകൾക്ക് ശേഷം കേവലം 16 മണിക്കൂറുകൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. നാളെ രാവിലെ 8 മണിക്ക് സ്ട്രോങ് റൂം തുറക്കുന്നു. ആദ്യം പോസ്റ്റൽ വോട്ടുകൾ എണ്ണുന്നു, പിന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ. 8:30 ഏതാണ്ട് ട്രെൻഡ് അറിഞ്ഞു തുടങ്ങും. പക്ഷേ ഞാനൊരു കാര്യം പറയാം, സുജയ, സ്മൃതി, ഈ പാലക്കാട് ചേലക്കര തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സവിശേഷതയായിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നത് റിസൾട്ടുകൾ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. നോക്കിക്കോളൂ, റിസൾട്ടുകൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. ചില സമയത്ത് ലീഡ് ചെയ്യുന്നവർ അല്പസമയത്തിനുള്ളിൽ പിന്നിലാകും, വീണ്ടും അവരവരുടെ ലീഡ് പുനഃസ്ഥാപിക്കും. ഈ രീതിയിലായിരിക്കും. പാലക്കാട് ആദ്യം നഗരസഭയാണ് എണ്ണുന്നത്. പാലക്കാട് നഗരസഭ എണ്ണുമ്പോൾ നിശ്ചയമായും BJPക്ക് വലിയ മുന്നേറ്റമുണ്ടാകും. എന്നാൽ UDF ഒട്ടും അവിടെ പുറകെ പോകില്ല. CPM-നെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയുള്ളൊരു സ്ഥലമല്ല പാലക്കാട് മുനിസിപ്പാലിറ്റി. അപ്പോൾ അവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുക നിശ്ചയമായും കോൺഗ്രസും അതുപോലെ തന്നെ BJPയും തമ്മിലായിരിക്കും. അവിടുത്തെ ലീഡ് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ നിർണായകമാകും. BJPയെ സംബന്ധിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും തർക്കമുണ്ടോ? ആർക്കും തർക്കമില്ല. ഒരു തർക്കമില്ല. അത് കഴിഞ്ഞാൽ പിന്നെ തർക്കിക്കാതിരിക്കുമോ? പിന്നെ ഞാൻ തർക്കിക്കുമോ? ഇല്ല, അവിടെ സ്വാഭാവികമായിട്ടും BJPക്ക് അവിടെ ഒരു ലീഡ് വരും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷെ ആ ലീഡ് എത്രത്തോളം ഉയർത്താൻ കഴിയുമെന്നതിനെ ആശ്രയിച്ചായിരിക്കും കഴിഞ്ഞ തവണത്തേക്കാൾ എത്ര ആയിരം കൂട്ടിച്ചേർക്കാൻ കഴിയും. അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതായത് 34,000 വോട്ടാണ് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ തവണ ഈ ശ്രീധരൻ നേടിയത്. അപ്പം ആ 34,000 വോട്ട് ഒന്നുകിൽ നേടണം, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ നേടണം. 15,000 കൂടുതൽ പിടിച്ചത്. ആ 15,000 കവർ ചെയ്യണം. 15,000 കൂടുതൽ പിടിക്കണം. കാരണം വെച്ചാൽ പിരായിരിയിലും അതേപോലെ തന്നെ കണ്ണാടിയിലും മാത്തൂരിലും വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് BJP പ്രതീക്ഷിക്കുന്നില്ല. എന്നാലും അവരവരുടെ നില കഴിഞ്ഞ തവണത്തേക്കാൾ മെച്ചപ്പെടുത്തും എന്ന് തന്നെയാണ് അവരുടെ കണക്കുകൂട്ടൽ. അങ്ങനെ അവിടെ മെച്ചപ്പെടുത്തുകയും നല്ലൊരു ലീഡ് മുനിസിപ്പാലിറ്റിയിൽ പാലക്കാട് ഉണ്ടാക്കുകയും ചെയ്താൽ മാത്രമാണ് BJPക്ക് വിജയിച്ചു വരാൻ കഴിയുക. എന്നാൽ ഒരു മെച്ചപ്പെട്ട പെർഫോമൻസ് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ കോൺഗ്രസ് കാഴ്ചവെക്കുകയും കഴിഞ്ഞ തവണത്തെ പോലെ പിരായിരിയിലും മാത്തൂരിലും അതുപോലെ തന്നെ കണ്ണാടിയിലും ലീഡ് നിലനിർത്താൻ അവർക്ക് കഴിയുകയും ചെയ്താൽ ഒരു കംഫർട്ടബിൾ. അവിടെയാണ് LDF-ന്റെ ഒരു സ്ട്രൈക്ക് റേറ്റ് എത്രയാണ് എന്ന് നമ്മൾ ഉറ്റുനോക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് ബിഗ് എഡിറ്റോറിയൽ പോൾ എന്ന് നമ്മൾ പ്രേക്ഷകരോട് അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. അതെങ്ങനെയാണ്? അത് 2 ഘട്ടങ്ങളായിട്ടാണ് നമ്മൾ ഈ ഒരു വിശദമായ അവലോകനത്തിലേക്ക് കടക്കുന്നത്. ആദ്യത്തെ ഘട്ടത്തിൽ 3 മണ്ഡലങ്ങളിലെയും 3 മുന്നണികളുടെയും ക്യാമ്പുകളിലെ വിവരങ്ങൾ ഒരു മാസത്തിലധികം റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടർമാർ മുന്നണികളുടെ കണക്ക് കൂട്ടലുകളുടെ വിശദാംശങ്ങൾ നമുക്ക് നൽകും. അടുത്ത ഘട്ടത്തിൽ വിജയസാധ്യതയിലേക്കും അതിന്റെ കാരണങ്ങളാകാൻ സാധ്യതയുള്ള ഘടകങ്ങളിലേക്കും നമുക്ക് വിശദമായി തന്നെ കടക്കാം.